ഹലോ ഹായ് അസ്സാം വലൈക്കും. എന്താണ് വിശേഷം? എല്ലാവർക്കും സുഖമല്ല? എല്ലാവർക്കും സുഖമാണ്. പിന്നെ കുറേ കമൻറ്റിലില്ലേ വിധവയാണെന്നുള്ള കമൻറ്റ് വന്നു. ഇനി വിധവ എന്ന് പറയില്ല. എൻ്റെ കല്യാണം ആണെന്ന് ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത്. ഓക്കെ, ഈ കഴുത്തിൽ കിടക്കുന്നത് മെഹറാണ്. ഇതിന് ഇനി ലോക്കറ്റും കൂടി വരാമെന്ന്. ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങളോട് പറയാണ്ടിരുന്നതാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് പറയാമെന്ന് വിചാരിച്ചു. അപ്പോൾ നിക്കാഹ് കഴിഞ്ഞു, എന്താ പറയുക, മെഹറിട്ടു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇനി വിധവ എന്നുള്ളത് പറയല്ല. എന്തിനാ ഇങ്ങനെ വിധവ വിധവ പറയുന്നത്? ഇപ്പോൾ വിധവയല്ല, അപ്പോൾ വേറൊരാളുടെ ഭാര്യയാണ്. അപ്പോൾ അത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ബായ്, അസ്സലാമു അലൈക്കും. ഇനി എന്നെ വിധവ എന്ന് വിളിക്കരുത്. നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്. എൻ്റെ മെഹറാണ് ഈ കഴുത്തിൽ കിടക്കുന്നത്. ഓക്കെ, സാജിദയുടെ വിവാഹം കഴിഞ്ഞു എന്ന വാർത്തയുമായിട്ടാണ് സാജിദ ഇപ്പോൾ വന്നിരിക്കുന്നത്. ഭർത്താവില്ലാതെ 5 മക്കളുമായി കഷ്ടതയിൽ ജീവിച്ച സാജിദയെ പലരും വിധവ എന്നാണ് പറഞ്ഞിരുന്നത്. അത് സാജിദക്ക് വളരെ വലിയ വിഷമം ഉണ്ടാക്കിയിരുന്നു എന്ന തരത്തിലുള്ള വാക്കുകളാണ് സാജിദ ഇപ്പോൾ പറയുന്നത്. എൻ്റെ നിക്കാഹ് കഴിഞ്ഞിട്ടുണ്ട്, അതിൻ്റെ പേരിൽ ഞാനിപ്പോൾ വിധവയല്ല, മറ്റൊരാളുടെ ഭാര്യയാണെന്ന് പറയുകയും അതുകൊണ്ട് തന്നെ ഇനി എന്നെ വിധവ എന്ന് ആരും തന്നെ പറയേണ്ടതില്ല എന്നാണ് ഷാജി പറയുന്നത്. ഇനി അതുകൊണ്ട് മറ്റുള്ളവരുടെ സഹായം സാജിദക്ക് ആവശ്യമില്ല എന്നും, അങ്ങനെ പറയുമ്പോഴും സാജിദക്ക് അഹങ്കാരമുണ്ടെന്നൊക്കെയാണ് പലരും അഭിപ്രായപ്പെടുന്നത്. എന്തുകൊണ്ടാണ് സാജിദക്ക് വളരെയേറെ അഹങ്കാരമുണ്ടെന്ന് ചിലർ പറയുന്നത്? ആദ്യം ഞങ്ങൾ കണ്ട സാജിദയല്ല ഇപ്പോഴുള്ള സാജിദ എന്നാണ് അവരുടെ വാക്കുകൾ. കുറച്ചു ദിവസം മുമ്പ് സാജിദയുടെ വിവാഹകാര്യം റെഡിയായിട്ടുണ്ടെന്നും ഭർത്താവാകാനുള്ള ആൾ ഇപ്പോൾ ഗൾഫിലാണെന്നും പറഞ്ഞിരുന്നു. അതിനുശേഷം അദ്ദേഹം പെട്ടെന്ന് തന്നെ ഗൾഫിൽ നിന്ന് വന്നിട്ടാണോ നിക്കാഹ് കഴിഞ്ഞത്, അല്ലെങ്കിൽ നിക്കാഹ് കഴിഞ്ഞതിന് ശേഷമാണോ സാജിദ എൻ്റെ വിവാഹമുണ്ടെന്ന് തൻ്റെ പ്രേക്ഷകരോട് പറഞ്ഞത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തത വന്നിട്ടില്ല. രജിസ്റ്റർ മാരേജ് മുൻപേ കഴിഞ്ഞതാണെന്നും സാജിദ തന്നെ പറയുന്നുണ്ട്. സാജിദയുടെ ഭർത്താവ് ഏത് നാട്ടുകാരനാണെന്നും അദ്ദേഹത്തിൻ്റെ പേര് എന്താണെന്ന് പോലും സാജിദ ഇതുവരെ തന്നെ പറഞ്ഞിട്ടില്ല. ഏതായാലും സാജിദ ഇനി വിധവയല്ല, സാജിദാനെ ചേർത്ത് പിടിക്കാൻ ഒരു ഭർത്താവുണ്ട്. അതുകൊണ്ട് തന്നെ ആരും ഇനി സാജിദയെ വിധവ എന്ന് പറയേണ്ടതില്ല. സാജിദയെ ചേർത്ത് പിടിക്കുന്ന, സ്നേഹിക്കുന്ന ഒരു ഭർത്താവ് ഇപ്പോൾ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇനി ആരും തന്നെ സാജിദയെ ഒരു ഭർത്താവില്ലാത്ത സ്ത്രീയാണ്, കഷ്ടതയിൽ കഴിയുന്നതാണെന്നൊന്നും പറഞ്ഞ് സാജിദയെ തളർത്തേണ്ടതില്ല. തൻ്റെ വിവാഹം കഴിഞ്ഞുവെന്ന സന്തോഷ വാർത്ത തൻ്റെ പ്രേക്ഷകർക്ക് മുമ്പിലും തന്നെ കുത്തുവാക്ക് പറയുന്നവരുടെ ഇടയിലേക്കും സാജിദ ആ സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു. എന്തൊക്കെ തന്നെയായാലും സാജിദയെ വളർത്തിക്കൊണ്ടുവന്നത് ഒരു പറ്റം പ്രേക്ഷകർ തന്നെയാണ്. സാജിദ ഭർത്താവ് മരിക്കുന്നതിന് മുമ്പ് തന്നെ ചാനൽ തുടങ്ങിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അതിലെ വ്യൂസും സബ്സ്ക്രൈബേഴ്സും എന്തായിരുന്നു എന്ന് സാജിദക്ക് നല്ല നിശ്ചയവുമുണ്ട്. ഭർത്താവ് മരിച്ചപ്പോൾ സാജിദയോടും കുട്ടികളോടുമുള്ള സ്നേഹം കൊണ്ടും സഹതാപം കൊണ്ടുമാണ് ഓരോരുത്തരും സബ്സ്ക്രൈബ് ചെയ്തതും വീഡിയോ കാണുന്നതും. അത് സാജിദ മനസ്സിലാക്കണം. നമ്മുടെ മലയാളികൾ അങ്ങനെയാണ്, സ്നേഹമുള്ളവരും സഹായിക്കാൻ മനസ്സുള്ളവരുമാവും. അതിനിടയിൽ ചില കീടങ്ങളും കാണും. സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായി നമ്മൾ വരുമ്പോൾ അതിൻ്റെ നെഗറ്റീവായും പോസിറ്റീവായും കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നവർ ഉണ്ടാകും. അത് അവരുടെ അവകാശമാണ്. നമ്മൾക്കിഷ്ടപ്പെട്ടത് മാത്രം പറയാനൊന്നും അവരെ കിട്ടില്ല. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടില്ല കേട്ടില്ല എന്ന് നടിക്കണം. അതാണ് ഒരു യൂട്യൂബറെയും ഇൻഫ്ലുവൻസറെയൊക്കെ സംബന്ധിച്ചിടത്തോളമുള്ള ധർമ്മം. അല്ലാതെ വന്ന വഴി മറക്കരുത്. പ്രേക്ഷകരെ കുറ്റം പറയാനും പറ്റില്ല. സാജിദയുടെ വസ്ത്രത്തിലും നടപ്പിലും നോക്കിലുമൊക്കെ മാറ്റം വന്നപ്പോൾ പ്രേക്ഷകർ ചോദിക്കും. അവരോട് മാന്യമായി ഉത്തരം പറയാം. അല്ലാതെ ഒരു മുസ്ലിം സമൂഹത്തെയോ ഒരു സമുദായത്തെയോ പ്രേക്ഷകരെ കുറ്റം പറയാൻ പാടില്ല. മറ്റുള്ള മുസ്ലിം യൂട്യൂബർ എങ്ങനെ ജീവിക്കുന്നു എന്നുള്ളതല്ല, നിങ്ങൾ എങ്ങനെ ജീവിക്കുന്നു എന്നതാണ് കാര്യം. നിങ്ങൾ ഏത് വസ്ത്രം ധരിക്കണം എന്നത് നിങ്ങളുടെ താല്പര്യമാണ്. അത് ചോദ്യം ചെയ്യാൻ ആർക്കും അവകാശമില്ല. ഏതായാലും നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു. ഇനി സന്തോഷത്തോടു കൂടി ജീവിക്കണം എന്നാണ് എല്ലാവരുടെയും പ്രാർത്ഥന.